അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസി അമ്മാ ബഅദ്. നാം എല്ലാവരും വളരെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് മുഖസൗന്ദര്യം. മുഖസൗന്ദര്യം ആഗ്രഹിക്കാത്ത ആരും തന്നെയില്ല. വലിയ രീതിയിൽ മുഖസൗന്ദര്യം എന്നുള്ളത് സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ ഇത് മുൻപന്തിയിലാണ് ഈ കാര്യത്തിൽ നിൽക്കുന്നത്. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ധാരാളം പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് തന്നെ പല കമ്പനി പരസ്യങ്ങൾ കണ്ട് പെട്ടെന്ന് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പലതും വാങ്ങി മുഖത്ത് തേക്കാറുമുണ്ട്. എന്നാൽ പല സ്ത്രീകളും ഈ ക്രീമിനാൽ അടിമപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ അനന്തരഫലം എന്താകുമെന്ന് ഇവർക്ക് അറിയുമില്ല. നിരന്തരം ഈ ക്രീം തേക്കുമ്പോൾ നല്ല തിളക്കമുണ്ടാവുന്നു. കുറച്ചു കഴിഞ്ഞാൽ അതില്ലാതാവും. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് ആകെ കറുത്ത പാടുകളും കലകളും കുരുകളും ഉണ്ടാവുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ടിപ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് വലിയ മാറ്റമുണ്ടാകും. വെറും 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടിപ്സാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം തന്നെ 100 മില്ലി ശുദ്ധമായ വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് 40 ഗ്രാം ഉലുവ കുതിർത്ത് വെക്കുക. 1 മണിക്കൂറോളം ഈ ഉലുവ കുതിർത്ത് വെക്കേണ്ടതാണ്. ഇത് നന്നായി അരച്ച് കുഴമ്പ് പരുവത്തിലാക്കി രാവിലെയും വൈകുന്നേരവും ഇത് മുഖത്ത് പുരട്ടാവുന്നതാണ്. ഉച്ച സമയം ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇത് രാവിലെ ഒരു 10 മണിയോട് കൂടി അപ്ലൈ ചെയ്ത് 11 മണിക്ക് ഇത് കഴുകിക്കളയാം. ഇത് ഉണങ്ങുന്നതിന് മുമ്പ് വീണ്ടും പുരട്ടിക്കൊടുക്കുക. 2-3 തവണ ഇത് ഉണങ്ങുന്നതിന് മുമ്പ് നമ്മൾ പുരട്ടിക്കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഒരു ഇളം ചുടുവെള്ളത്തിൽ ഇത് കഴുകിക്കളയേണ്ടതാണ്. വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷം ഇത് കുഴമ്പ് രൂപത്തിലാക്കി ഉണങ്ങാതെ പുരട്ടിക്കൊണ്ടിരിക്കുക. ഉണങ്ങിയാൽ വീണ്ടും നമ്മൾ അതിന് മുകളിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ രീതിയിൽ നമ്മൾ 3 ദിവസം ചെയ്യുമ്പോഴേക്കും നല്ല മാറ്റമുണ്ടാവും. മാത്രമല്ല ഈ മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് മുഖത്തിന് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവുകയുമില്ല. അടുത്തതായി രക്തചന്ദനം വാങ്ങിക്കുക. പച്ചമഞ്ഞളും. രക്തചന്ദനവും പച്ചമഞ്ഞളും ഒരേ അളവിൽ തേങ്ങ വെള്ളത്തിൽ അരച്ചെടുക്കുക. മുഖം വൃത്തിയായി കഴുകിയതിന് ശേഷം ഇത് 1 മണിക്കൂർ നേരം അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇളം ചുടുവെള്ളത്തിൽ മുഖം കഴുകിക്കളയുക. അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ഉണങ്ങാതെ നമ്മൾ സൂക്ഷിക്കണം. ഇനി നല്ല പോലെ ഒരു തക്കാളി എടുത്ത് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കടലമാവ് ചേർത്ത് നല്ല പേസ്റ്റ് ആക്കി മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇടയ്ക്കിടെ ഇത് ഉണങ്ങിക്കൊടുക്കുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. 1 മണിക്കൂറിന് ശേഷം ഇത് ഇളം ചുടുവെള്ളത്തിൽ കഴുകിക്കളയാം. ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുഖം ഒന്ന് വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ ടിപ്സുകളൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിലേതെങ്കിലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ മറുപടി നിങ്ങൾക്ക് എഴുതാം. പുറത്തു നിന്നും വാങ്ങാതെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾ യൂസാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഫലമുണ്ടാവും. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഇൻഷാ അല്ലാ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നാളെ വരാട്ടോ. അസ്സലാമു അലൈക്കും.